ഈ വലിയ മനുഷ്യൻ കൊട്ടാരം തീപിടിക്കുന്നത് കണ്ടു പാന്റ് അയച്ചു. അതിൽ നിന്ന് വെള്ളം ചീറ്റിച്ച് തീ അണച്ചു. അപ്പോഴേക്കും അവിടെ എത്തിയ ജനറലിന്റെ മേലേക്ക് തിരിഞ്ഞപ്പോൾ വെള്ളം തെറിച്ചതിനാൽ ജനറൽ ദേഷ്യപ്പെട്ടെങ്കിലും രാജാവ് അയാളെ ഒരു രക്ഷകനായി കണ്ട് കടൽ തീരത്ത് ഒരു വില്ല നൽകി. അവിടെ കുഞ്ഞു മനുഷ്യർ അയാൾക്ക് കാപ്പി ഉണ്ടാക്കാനും മസാജ് ചെയ്യാനും സിനിമ കാണാനും കൂടി. രാജാവിന്റെ വിശ്വാസം നേടി വീരചക്രം കൂടി കിട്ടിയതോടെ അസൂയ മൂത്ത ജനറൽ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം ഓഫ് ചെയ്തു. ഇത് കണ്ട് ശത്രുക്കൾ കൊട്ടാരത്തിന് നേരെ ഷെല്ലുകൾ ഉതിർത്ത് ആക്രമണം തുടങ്ങി. രാജാവിന്റെ ഉത്തരവനുസരിച്ച് യുദ്ധക്കളത്തിലെത്തിയ അയാൾ ഷർട്ടും ഷൂസും അഴിച്ച് ശത്രുക്കളുടെ അടുത്തേക്ക് സമാധാനത്തിനായി ചെന്നെങ്കിലും അവർ വെടിയുതിർത്തു. നൂറുകണക്കിന് ഷെല്ലുകൾ ശരീരത്തിൽ കൊണ്ടിട്ടും പോറൽ പോലും ഏൽക്കാതെ അയാൾ അവയെല്ലാം തിരിച്ചടിച്ചു. ശത്രുക്കൾ പേടിച്ച് കടലിൽ ചാടി ഓടിയപ്പോൾ അയാൾ അവരുടെ നൂറുകണക്കിന് യുദ്ധക്കപ്പലുകൾ കയറിൽ പിടിച്ച് ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ടുപോയി. അതോടെ അയാൾ വീണ്ടും ഹീറോ ആയപ്പോൾ കൂടുതൽ അസൂയ പൂണ്ട ജനറൽ ശത്രുരാജ്യത്ത് ചേർന്ന് അയാളേക്കാൾ വലിയൊരു ഭീമൻ റോബോട്ട് മുട്ട നിർമ്മിച്ച് മുന്നിലെത്തിച്ചു. ഭയന്ന അയാൾ ഓടിയെങ്കിലും റോബോട്ട് പിടികൂടിയതോടെ കീഴടങ്ങേണ്ടി വന്നു. നിരാശരായ നാട്ടുകാർ അയാളെ ഒരു ചങ്ങാടത്തിൽ കെട്ടി കടലിലേക്ക് നാടുകടത്തി. മറ്റൊരു തീരത്തെത്തിയ അയാൾക്ക് ബോധം വന്നപ്പോൾ തന്നെ ഒരു വലിയ കപ്പുകൊണ്ട് മൂടിയതായും താൻ പെൺകുട്ടികളുടെ വസ്ത്രവും വായിലൊരു ചൂപ്പിയുമായി ഒരു ഭീമൻ നാട്ടിലെ കളിപ്പാവയായി മാറിയതായും തിരിച്ചറിഞ്ഞു. ആ ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരുമ്പോൾ ഒരു കുഞ്ഞു മനുഷ്യൻ അവിടെ എത്തി അയാളുടെ കാമുകി ആ രാജ്യത്ത് വന്നിട്ടുണ്ടെന്നും ജനറൽ അവളെ കൊല്ലാൻ പോകുകയാണെന്നും അറിയിച്ചു. അവളെ രക്ഷിക്കാൻ പാരച്യൂട്ടിൽ തിരികെ പറന്നിറങ്ങിയ അയാൾ റോബോട്ടുമായി ഏറ്റുമുട്ടി. ആ സമയം ഒരു കുഞ്ഞു മനുഷ്യൻ റോബോട്ടിന്റെ ഉള്ളിൽ കയറി പ്ലഗ് ഊരിയതോടെ കിട്ടിയ അവസരത്തിൽ അയാൾ അതിനെ ചവിട്ടിയും പുറത്തു കയറി ശക്തമായി ആക്രമിച്ചും ആ റോബോട്ടിനെ പൂർണ്ണമായി തോൽപ്പിച്ചു.